ഹായ് ഹലോ എന്തെല്ലാ എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഇന്ന് രാവിലെ തന്നെ ഞാൻ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നു. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. സാധാരണ ഞാൻ ആമീസ് പൊടിയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത്. ഇത് അജ്മി റൈസ് പൗഡർ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു തരത്തിലും ഒറോട്ടീൻ്റെ മാവ് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ആമീസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇതെന്തോ അജ്മി ഞാൻ ഓഫറിൽ കണ്ടപ്പോൾ എടുത്തതായിരുന്നു. ഞാൻ പച്ചവെള്ളത്തിൽ കുഴച്ചിട്ടായിരുന്നു മാവ് ശരിയാക്കൽ. ഇത് ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് എങ്ങനെയല്ലോ ഒരു സെറ്റാക്കി എടുത്ത്. ഫസ്റ്റ് പണി അതായിരുന്നു. ഇപ്പം ഇത് അടുത്ത പണി ഇപ്പം കിട്ടാൻ പോവുകയാണ്. ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അരിപ്പത്തിരിയും മുട്ടക്കറിയും. അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് തേങ്ങ ഒക്കെ മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈവനിങ് ഷിഫ്റ്റാണ്. മിക്സൊന്നും റെഡി ഇല്ലാത്തത് കൊണ്ട് വലിയൊരു ഷേപ്പൊന്നും ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിയിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുട്ട ഒഴിച്ചു, പൊട്ടിച്ചൊഴിച്ചു. രണ്ടാമത്തെ മുട്ട ഒഴിക്കുമ്പോൾ ആ മുട്ട കേടായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്മെല്ല്. ഒരു തരത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലായി. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡേ പോയി. കുട്ടികളെങ്ങനെയോ രണ്ടാമത് കറിയും വെച്ച് അവരെങ്ങനെയോ പറഞ്ഞയച്ചു. പിന്നെ ഇതെല്ലാം കിച്ചണെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ചോറ് വെക്കാനുള്ള പണിയിലാണ്. രാവിലെ തന്നെ നല്ല 2 പണി കിട്ടിയതുകൊണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള മൂഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ പിന്നെ ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനിൽ കായം തേച്ച് വെക്കുകയാണ്. ഞാനങ്ങനെ മീനൊന്നും അങ്ങനെ കഴിക്കൂല. ഈ ചെമ്മീൻ, കൂന്തൽ, ഞണ്ട് അങ്ങനത്തെ മീനൊക്കെ കഴിക്കുക. അതും ഇവിടുത്തത് അത്ര വലിയൊരു ഇഷ്ടമില്ല. നാട്ടിലത്തെ ടേസ്റ്റൊന്നും കിട്ടൂല. ഇതെന്തോ വെട്ടാന്ന് പറയുന്ന അങ്ങനെ എന്തെല്ലോ പറഞ്ഞൊരു മീനാണ്. ഞാൻ ചെറിയ മീൻ, ചെമ്മീൻ, കൂന്തൽ, ഞണ്ട് അങ്ങനത്തെ എല്ലാം കഴിക്കാറ്. അത്യാവശ്യം ഇവിടുന്ന് ആ മീനൊക്കെയാണ് കഴിക്കാറ്. അങ്ങനെ അതിൻ്റെ ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതേപോലത്തെ ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കും. അതാകുമ്പോൾ വലിയ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു വെക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മീൻ മുളകിട്ടിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറി ഞാൻ ഓൾറെഡി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളത് ക്ലീനിങ്ങാണ്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുക. മീൻ പൊരിച്ചതും അപ്പോൾ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഗ്ലാസ് കണ്ടെയ്നർ ഞാൻ സഫാരി മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 2 സെറ്റായിട്ട് 10 റിയാലിന് അങ്ങനെ എന്തോ ആണ് വാങ്ങിച്ചത്. കുട്ടികൾ പോകുന്നതിനിടയ്ക്ക് ഒരു പണിയും നടക്കുന്നുണ്ടായില്ല. അപ്പോൾ അവർ പോയിട്ടാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കലും ക്ലീനിങ്ങിലൊക്കെ നിൽക്കുക. പിന്നെ കർട്ടനൊക്കെ ഒന്ന് നീക്കി തലേ ദിവസം ആറിയിട്ട ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റുണ്ട്, ചൂട് കാറ്റുമാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കുറച്ചൊരു ചൂടിനൊരാശ്വാസം കിട്ടുക. ഇപ്പോൾ ഇതാ വീടെല്ലാം മൊത്തത്തിൽ ക്ലീനായി, എല്ലാ പണിയും കഴിഞ്ഞു. ഇനിയിപ്പം കുട്ടികൾ വരുന്നത് വരെ ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. ബാൽക്കണിയിലെല്ലാം പോയി. ഇതെൻ്റെ ഒരു ചെറിയൊരു ഗാർഡനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുത്തതുകൊണ്ട് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.